മക്കള് പിന്നെ അല്ലാഹുവിന്റെ പൊരുത്തമുള്ള മക്കളാകുമെന്ന് നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് വാപ്പച്ചി അങ്ങനെ ദുആ ചെയ്തത്. മാത്രമല്ല വഔലിയാഇകൽ മുഖറബീൻ അല്ലദീന തുഹിബ്ബുഹും വയുഹിബ്ബൂനക, അല്ലാഹുവേ നീ ഇഷ്ടപ്പെടുന്ന ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ എൻ്റെ പൊന്നുമോളെ ഉൾപ്പെടുത്തണേ നാഥാ. നീ ഇഷ്ടപ്പെടുന്ന ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ നിന്നെ ഇഷ്ടപ്പെടുന്ന ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ എൻ്റെ നഫീസാനെ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. പ്രിയപ്പെട്ട മാപ്പ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ജഅൽഹാ മഅദനിൽ ഫളി വമൻബതൽ ഖൈരി വമസ്ദറൽ ബിർരി വമശ്രികൽ ഹിദായത്തി വന്നൂർ. اللهم اجعلها نفيسة العلم وعظيمة العلم يا الله. ഒരു നല്ലൊരു കുസുമമായിട്ട് എൻ്റെ പൊന്നുമോളെ സ്വീകരിക്കണേ അല്ലാ. ഒരു നന്മയുടെ ഉറവിടമായിട്ട് എൻ്റെ നഫീസാനെ സ്വീകരിക്കണേ അല്ലാ. എൻ്റെ മകളെ സ്വാലിഹത്താക്കണേ അല്ലാ. എൻ്റെ നഫീസാനെ കബൂലാക്കണേ അല്ലാ എന്ന് പ്രിയപ്പെട്ട നഫീസ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട വാപ്പച്ചി മക്കയിലെ മനോഹരമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ദുആ ചെയ്തതാണ്. അങ്ങനെ ദുആ ചെയ്ത് അല്ലാഹു നൽകിയ പൊന്നുമോളാണ് മഹ്ദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. നഫീസ ബീവി റളിയല്ലാഹു അൻഹ ജനിച്ച ഉടൻ തന്നെ വാപ്പച്ചി പള്ളിയിൽ ചെന്ന് ദുആ ചെയ്തതാണ്. അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ ഈ മഹദിമാരുടെ ചരിത്രം പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം. ഇതൊക്കെയാണ് അവർ ഉന്നതമായ പദവിയിലെത്താനുള്ള കാരണം. നമ്മുടെ ഭാര്യ പ്രസവിച്ചാൽ, നമ്മുടെ മക്കൾ, അവർക്ക് ഒരു കുഞ്ഞു മക്കളുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം? പള്ളിയിൽ ചെന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. കാരണം അങ്ങനെ